AMAI പറവൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ഫസ്റ്റ് എയ്ഡ് ഇൻ ക്രിട്ടിക്കൽ കണ്ടീഷൻസ് എന്ന വിഷയത്തെക്കുറിച്ച് കേരള ആക്ഷൻ ഫോഴ്സ് സ്റ്റേറ്റ് കോർഡിനേറ്ററും ജീവരക്ഷാ പ്രൊജക്ട് സ്റ്റേറ്റ് സെക്രട്ടറിയുമായ ജോബി തോമസ് നയിച്ച ക്ലാസ്സിൽ നിന്നും അറിവ് തുടങ്ങുന്ന ഗുരുദേവൻ ഇപ്രകാരം പറഞ്ഞ അറിയപ്പെടുന്നത് വേറല്ല, അറിയാമിടം തിരഞ്ഞെടുക്കുമ്പോൾ. അറിവിൽ നന്നായത് കൊണ്ട് അറിവല്ലാതൊന്നുമില്ല. അറിവാണ് സത്യം, അറിവാണ് ധർമ്മം, അറിവാണ് സർവസ്വം. നമ്മൾ ഏത് വിഷയത്തിലായിരിക്കുന്നവോ ആ വിഷയത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ ആ സിലബസിൽ നിന്ന് നമ്മൾ പഠിച്ചതിൽ നിന്ന് വിഭിന്നമായി ഇറങ്ങി വരണം. പുതിയ കാലത്ത് ഇറങ്ങി വരണം ഗ്രാസ് റൂട്ട് ലെവലിലേക്ക്. എങ്കിൽ മാത്രമേ പൊതുസമൂഹത്തിൽ നമുക്കൊരു നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് തട്ടേക്കാട് ദുരന്തം അറിയാലോ. 15 മാലാഖമാരും 3 ടീച്ചർമാരും മരിച്ചു. ആ ദുരന്തത്തിൽ ജീവനോടെ 4 കുട്ടികളെ കരയിലേക്ക് എടുത്തു രക്ഷാപ്രവർത്തകർ. തൊട്ടടുത്ത മാർബീസിൽ ആശുപത്രിയിലേക്ക് അവരെത്തിച്ചപ്പോൾ 9 മിനിറ്റ് പിടിച്ചു. ആ ടീച്ചർ ഗായത്രിയെയും ആ 3 മാലാഖമാരെയും കരയിലേക്ക് ജീവനെടുത്ത ആസിഫിനെയും ചന്ദ്രനെയും നമ്മൾ മാധ്യമങ്ങളുടെ പരിചയപ്പെട്ടു. അവർക്ക് എമർജൻസി ഫസ്റ്റ് എയ്ഡ് അറിയാമായിരുന്നെങ്കിൽ ആ മാലാഖമാർ 3 പേരും ആ ടീച്ചർ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കും. അവരെന്ത് ചെയ്യണമായിരുന്നു? ആ കുഞ്ഞുങ്ങളെ ജീവനോട് എടുത്തപ്പോ എന്തായിരുന്നു ചെയ്യേണ്ടത്? അവർക്ക് CPR ആദ്യം കൊടുക്കണം, മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കാൻ സാധിക്കണമായിരുന്നു. ഇത് നമ്മുടെ ആളുകൾക്ക് CPR, പൊതുസമൂഹത്തിൽ എത്ര പേർക്കറിയാം CPR കൊടുക്കാൻ? കാർഡിയോ പൾമണറി റീഅസിസ്റ്റേഷൻ എന്ന് പറയുന്ന ഏറ്റവും ഒരു മനുഷ്യൻ ജീവൻ കൊടുക്കുന്ന ദൗത്യമാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വൈദ്യുതിയുണ്ട്. കറണ്ട് പിടിക്കുകയും ചെയ്യും, കറണ്ട് അടിക്കുകയും ചെയ്യും. എങ്ങനെയാണ് കറണ്ട് പിടിക്കുന്നത്? എങ്ങനെ കറണ്ട് അടിക്കുന്നത്? കറണ്ട് പിടിച്ചാൽ CPR വേണം. എങ്ങനെയാണ് കറണ്ട്? എല്ലാവരുടെയും വീട്ടിൽ വൈദ്യുതി ഇല്ലേ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് പിടിക്കുകയും ചെയ്യും, കറണ്ട് അടിക്കുകയും ചെയ്യും. എങ്ങനെ കറണ്ട് പിടിക്കുന്നത്, എങ്ങനെ കറണ്ട് അടിക്കുന്നത് എന്ന് കേൾക്കട്ടെ. എങ്ങനെ കറണ്ട് അടിക്കുന്നത്? എങ്ങനെയൊക്കെ? ഇന്നലെ എന്നെ കറണ്ട് അടിച്ചു. പ്രൊഫഷണൽ ഞാൻ ഇപ്പോഴും FACTലെ ഉദ്യോഗസ്ഥനാണ്. 2026 ഞാൻ റിട്ടയർ ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ സർവീസുകളാണ്. ഇന്നലെ ക്യാപ്റ്റിക് അമോണിയ പ്ലാന്റിൽ വെച്ച് എനിക്ക് കറണ്ട് അടി കിട്ടി. ഇന്നലെ കറണ്ട് പിടിച്ചാൽ തീർന്നു പോകും. എങ്ങനെ കറണ്ട് അടിക്കുന്നത്, എങ്ങനെ കറണ്ട് പിടിക്കുന്നത്? നിങ്ങളുടെ പുതിയ സിലബസിൽ അതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇല്ല? എമർജൻസി ഫസ്റ്റ് എയ്ഡ് പുതിയ സിലബസ് ഇല്ലേ സാറേ? ഞാൻ 2 ആയുർവേദ കോളേജുകളിൽ പോയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. അവർക്കൊക്കെ അതിൽ പഴയ കാലത്ത് ഒരു 15 വർഷം മുന്നേ ഈ രംഗത്ത് പഠിച്ചവർക്ക് അതില്ലായിരുന്നു. കറണ്ട് പിടിക്കുക എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിന് 60% റെസ്റ്റ് ചെയ്യുന്ന കൈപ്പത്തിക്കകത്തും കാൽപാദത്തിലുമാണ്. നമ്മളൊരു വൈദ്യുതിയായി ബന്ധപ്പെട്ട സംഭവത്തിലെ കൈ ഈ രീതിയിൽ വെച്ചാൽ കറണ്ട് നമ്മളെ പിടിക്കും. അത് എത്ര പവർ ആയിക്കോട്ടെ, ഇതാണെങ്കിൽ കറണ്ട് നമ്മളെ അടിക്കും. അപ്പൊ കറണ്ട് പിടിച്ചാലും വേണ്ടത് CPR ആണ്. ആദ്യം ചെയ്യേണ്ടതാണ് നമ്മുടെ സേഫ്റ്റി നോക്കണം. അതോടൊപ്പം അതിൽ നിന്ന് വിച്ഛേദിക്കാൻ സാധിക്കണം. പലരും വെള്ളത്തിൽ മുങ്ങിപ്പോയ ആളുകൾ രക്ഷിക്കുമ്പോൾ ആ മുങ്ങിയ ആള് ജീവിക്കുകയും രക്ഷാപ്രവർത്തനം മരിക്കുകയും ചെയ്ത സംഭവം ഏറ്റവും അവസാനം കണ്ടതാണ് നമ്മ കണ്ണൂരി. ഇവിടെയൊക്കെ വേണ്ടത് ബേസിക് അവയർനെസ് ആണ്. അതാ ഗുരുദേവൻ പറഞ്ഞത്, അറിയാമിടം തെരഞ്ഞെടുമ്പോൾ. അറിവിൽ ഒന്നായത് കൊണ്ട് അറിവല്ലാതൊന്നുമില്ല. ഇവിടെ വെള്ളത്തിൽ പോയാവട്ടെ, കാർഡിയാക്ക് വന്നതാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘാതങ്ങളിലാവട്ടെ, കാർഡിയാക്ക് അറസ്റ്റ് സംഭവിച്ചാൽ ആദ്യം CPR. ആ CPR കൃത്യമായിട്ട് കൊടുക്കാൻ നമ്മൾ പഠിപ്പിക്കണം. ആ CPR കൃത്യമായ അളവിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. 1 മിനിറ്റിൽ 30 ഏറ്റവും പുതിയ ഒരു പഠനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒരു ഫ്രഞ്ച് ഫിസിഷ്യൻ ഡോക്ടർ റിച്ചാർഡ് ഫെററി എന്ന് പറയുന്ന അദ്ദേഹം 32 ഇത് കൊടുക്കാനാണ് പറയുന്നത്. അദ്ദേഹം 18 കുട്ടികൾ കൊടുക്കാനാണ് പറയുന്നത്. പക്ഷെ നോർമലി 30 കുഞ്ഞുങ്ങൾക്ക് 15 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ 15, അതിന് മുകളിലുള്ളവരാണെങ്കിൽ 30 പറയുന്നത്. ഇനി നമുക്ക് മൗത്ത് ടു മൗത്ത് കൊടുക്കാൻ സാധിച്ചില്ല. നമുക്ക് അറപ്പ് പരിചയമില്ലാത്ത ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടൊരാളെ CPR കൊടുക്കുന്ന ആലുവ ശിവരാത്രി മണപ്പുറത്ത് 2017. കാരണം കൃത്യമായിട്ട് അറിയുന്നത് വെള്ളപ്പൊക്കുന്ന തലേവർഷം ശിവരാത്രിക്കൊപ്പം നമ്മൾ ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് റെഡ് ക്രോസും IMAയും ചേർന്നുകൊണ്ട് നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് സ്റ്റാൾ ഉണ്ട്. ഇവിടെ വെച്ച് ഒരു കാർഡിയാക്ക് വന്ന ഒരാൾ, അപ്പോ എന്റെ കൂടെ ഉണ്ടായ ആൾക്ക് ഈ പരിചയമില്ലാത്ത ആളുടെ വായിലേക്ക് പ്രാണവായു കൊടുക്കാൻ ഒരു മടി. കാരണം നമ്മുടെ പങ്കാളിയോ മക്കളോ സഹോദരങ്ങളോ രക്ഷിതാക്കളാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഒരു അപരിചിതരാണ്, നമുക്കറിയാം വായിലൂടെ പകരുന്ന അസുഖങ്ങളുണ്ട്, പകരം പകർച്ചവ്യാധികളുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നോർമലി നമ്മൾ നമ്മുടെ ആളുകളെ പഠിപ്പിക്കേണ്ടത് കർച്ചീഫാകാം, ഷോളാകാം, ഒരു തുളയിട്ടുകൊണ്ട്
വായിലോട്ട് വെച്ചുകൊണ്ട് തന്നെ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കാൻ പറ്റും. ഇനി മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ CPR തന്നെ കഴിയണം, ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെ. ഫുള്ള് കേസിന് എന്താണ് ഫസ്റ്റ് എയ്ഡ്? പല ആൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന 100-90% ആളുകളും ഒന്നില്ലെങ്കിൽ പേസ്റ്റ് വരട്ടും, അല്ലെങ്കിൽ കോഴി വരട്ടും. എല്ലാം ശുദ്ധവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ഐസ് വാട്ടർ ഉപയോഗിക്കാൻ പഠിപ്പിക്കരുത്. ശുദ്ധവെള്ളം അത് 15 മിനിറ്റ് കുറയാതെ, ചിലർ 5 മിനിറ്റ് നിങ്ങളുടെ പോരും, മിനിമം 15 മിനിറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ശുശ്രൂഷ പൊള്ളലിന് ശുദ്ധവെള്ളം തന്നെയാണ്.